ഇന്ത്യൻ ജുഡീഷ്യറിയിലെ എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് 48 വർഷത്തെ സേവനത്തിന് ശേഷം ജൂലൈ 2025 അഭിഭാഷക വൃത്തി ഞാൻ അവസാനിപ്പിച്ചത് എന്ന് രാജ്യത്തെ പ്രമുഖ അഭിഭാഷകനായ സുപ്രീം കോടതി സീനിയർ അഭിഭാഷകനായ ദുഷ്യന്ത് ദവെ ഇന്നലെ ഇന്ത്യ ടുഡേ ചർച്ചയിൽ പറയുകയുണ്ടായി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത കേസിൽ ശിക്ഷിക്കപ്പെട്ട BJP MLA കുൽദീപ് സെൻഗറിൻ്റെ ശിക്ഷ ഇളവ് ചെയ്തുകൊണ്ട് ജാമ്യം അനുവദിച്ച ഡൽഹി ഹൈക്കോടതിയുടെ അഭൂതപൂർവമായ ഇടപെടലിനെക്കുറിച്ചുള്ള ചർച്ചയിലാണ് ദുഷ്യന്ത് ദവെ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഭീതിതമായ സാഹചര്യത്തിലൂടെയാണ് ഇന്ത്യ കടന്നു പോകുന്നത്. എത്ര പ്രമാദമായ കേസാണത്! രാജ്യത്തെ നടുക്കിയ ഒരു ബലാത്സംഗ കേസാണ്. ആ കേസുമായി ബന്ധപ്പെട്ട് ആ കുട്ടിയുടെ പിതാവ് കൊല്ലപ്പെടുന്നു, അഭിഭാഷകൻ കൊല്ലപ്പെടുന്നു, നിരവധി തവണ ആക്രമണത്തിന് വിധേയമാകുന്നു. 2017 ജൂലൈയിലാണ് ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് കുൽദീപ് സെൻഗർ ഈ കുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നത്. അത് ആക്രമിക്കാനും ഭീഷണിപ്പെടുത്താനും കൊന്നുകളയാനും ശ്രമിച്ച ആളാണ് കുൽദീപ് സെൻഗർ. പരാതിപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛനെ BJPക്കാർ MLAയുടെ സഹോദരൻ ഉൾപ്പെടെയുള്ളവർ ആക്രമിക്കുന്നു. ആക്രമിച്ചതിന് ശേഷം BJPക്കാർക്കെതിരെയല്ല UP സർക്കാർ കേസെടുക്കുന്നത്. കുൽദീപ് സെൻഗറിൻ്റെ സ്വാധീനത്തിൽ UP മുഖ്യമന്ത്രി ആദിത്യനാഥ് കേസെടുക്കുന്നത് പിതാവിനെതിരെയാണ്. പിതാവിനെ അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ കസ്റ്റഡിയിൽ വെച്ച് പിതാവ് മരണപ്പെടുന്നു എന്ന് പറഞ്ഞാൽ UP ഭരണകൂടം ആ പിതാവിനെ കൊന്നുകളഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. കുട്ടിക്കും കുടുംബത്തിനും ജീവഹാനി ഉണ്ടാകുന്ന വിധത്തിൽ അപകടങ്ങൾ ഉണ്ടാകുന്നു, ആക്രമണങ്ങൾ നടക്കുന്നു. ഇങ്ങനെ പ്രമാദമായ ഒരു കേസിലാണ് ഹൈക്കോടതി ഇടപെട്ട് BJPക്കാരനായ റേപ്പിസ്റ്റിന് ഏറ്റവും വലിയ ആനുകൂല്യം നൽകുന്നത്. ഇതെന്തൊരു നിയമമാണ്? ഏത് നിയമവ്യവസ്ഥയിൽ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് പെൺകുട്ടികൾക്ക് ജീവിക്കാൻ കഴിയുക? BJPയുടെ സ്വാധീനം എല്ലാ മേഖലകളിലും പ്രകടമാണ്. വലിയ സ്വീകരണമാണ് BJPക്കാർ ഇത്തരം ബലാത്സംഗികൾക്ക്, റേപ്പിസ്റ്റുകൾക്ക് നൽകുന്നത്. പൂമാലയിട്ട് സ്വീകരിക്കുകയാണ്. കാരണം അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ബലാത്സംഗം. ബലാത്സംഗം നടത്തിയ ആളുകൾക്ക് പരസ്യമായി പൂമാല അണിയിക്കുന്ന പാർട്ടിയുടെ പേരാണ് BJP. എല്ലാ സ്ഥലങ്ങളിലും അവരത് ചെയ്തിട്ടുണ്ട്. ഭരണസ്വാധീനം ഉപയോഗിച്ച് പുറത്തിറക്കുകയും അവർക്ക് ഔദ്യോഗികമായി പൂമാലയിട്ട് സ്വീകരണം നൽകുകയും ചെയ്യുന്ന പാർട്ടിയുടെ പേരാണ് BJP. അവരുടെ നേതാവാണ് നരേന്ദ്രമോദി. 2017